തൃശൂർ പൂരത്തിന് മുന്നോടിയായി പടക്കങ്ങൾ നിർമ്മിക്കുന്നതിനിടെയുണ്ടായ ഈ ദുരന്തം ഒരു നാടിനെയാകെ വിറപ്പിക്കുകയും കണ്ണീരിലാഴ്ത്തുകയും ചെയ്തിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് വരെ തമാശകൾ പറഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരുന്ന 40ഓളം തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. വെടിക്കെട്ടുപുരയിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ 13 പേരുടെ ദാരുണ അന്ത്യം ഇതിനകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. വളരെ വേദന നൽകുന്ന ഒരു കാര്യം, മരിച്ച പലരുടെയും ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു. പലരെയും ഇനിയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നത് ഈ ദുരന്തത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. സ്ഫോടനത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിൻസൻ എന്ന തൊഴിലാളിയുടെ വാക്കുകൾ ആരെയും വേദനിപ്പിക്കുന്നതാണ്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. തന്നോടൊപ്പം ഉണ്ടായവരെല്ലാം നിമിഷ നേരം കൊണ്ട് ഇല്ലാതായത് വിശ്വസിക്കാനാകാതെ അദ്ദേഹം തളർന്നിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 3 മണിയോടെ ഉണ്ടായ സ്ഫോടനം സമീപവാസികളെ ഭീതിയിലാഴ്ത്തി. ഭൂകമ്പമാണോ അതോ വിമാനം തകർന്നു വീണതാണോ എന്ന് പോലും ആളുകൾ സംശയിച്ചു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ 200 മീറ്റർ അകലെയുള്ള വീടുകളുടെ ജനൽ തകർന്നു പോകുകയും ചെയ്തു. ഭിത്തികൾക്ക് വിള്ളൽ ഏൽക്കുകയും ചെയ്തു. ഉറങ്ങാൻ കിടന്നിരുന്ന പിഞ്ചു കുട്ടികൾ പോലും പരുക്കുകളോടെ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിവന്നു. സ്ഫോടനത്തിന് ശേഷം മണിക്കൂറുകളോളം പടക്കങ്ങൾ പൊട്ടിത്തെറിച്ചു കൊണ്ടിരുന്നതിനാൽ അഗ്നിശമന സേനക്കോ നാട്ടുകാർക്കോ രക്ഷാപ്രവർത്തനത്തിനായി അടുത്തേക്ക് ചെല്ലാൻ പോലുമായില്ല. പൂരപ്രേമികളെ ആവേശത്തിലാഴ്ത്താൻ കരിമരുന്ന് നിറച്ചിരുന്ന ആ തൊഴിലാളികൾ എല്ലാവരും സാധാരണക്കാരായ മലയാളികളായിരുന്നു. 12 വർഷത്തെ പരിചയ സമ്പത്തുള്ള ലൈസൻസിയുടെ കീഴിലായിരുന്നു ഈ പ്രവർത്തനങ്ങൾ നടന്നതെങ്കിലും വിധി അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന 5 പേരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നു. ഒരു പൂരക്കാലത്തെ വരവേൽക്കാൻ തയ്യാറെടുത്തിരുന്ന നാട് ഇപ്പോൾ ശ്മശാന മൂകമായ അന്തരീക്ഷത്തിലാണ്. ചിതറിത്തെറിച്ച ശരീരഭാഗങ്ങൾക്കരികിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരയുന്ന ബന്ധുക്കളുടെ കാഴ്ച ആരെയും കരയിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. 2:40 ഉള്ളിൽ പെട്ടെന്നുള്ള ചൂടുകൊണ്ടായിരിക്കണം ഈ ഞാൻ നിൽക്കുന്നിടത്ത് തീ കത്തിയിട്ടുണ്ട്. ചൂട് കാരണം ഞാൻ തിരി എടുത്തിടുക, ഇങ്ങനെ ഒരു ട്രിപ്പ് മറിച്ചിട്ട് കഴിഞ്ഞാൽ തിരി പെട്ടെന്ന് തുടങ്ങും. അപ്പോഴാണ് പെട്ടെന്ന് ഒരു 5 മീറ്റർ അകലെ ഷേമരട്ടി ഇതെന്തേ നോക്കി ഞാൻ മറിയുമ്പോഴേക്കും ഞാൻ ഇട്ട തിരിയൊക്കെ കത്തി. പിന്നെ എനിക്ക് മനസ്സിലാക്കി ഞാൻ ഓടുമ്പോഴേക്കും ഈ ഇവിടെ നർവ് ഷെഡ് പൊട്ടി. അപ്പോഴേക്കും ഇവിടെ പൊട്ടി ഈ നർവ് ഷെഡ്. അങ്ങനെ 2 കണ്ടും മറിയുമ്പോഴേക്കും സ്റ്റോറും പൊട്ടി. പിന്നെ ഞാൻ നിന്നില്ല, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ തിരിച്ച് പെണ്ണുങ്ങളെടുത്തേക്ക് വന്നേ എടുത്തു കൂട്ടി. 3 ഷെഡ് അത് 3 ഇല്ല. പിന്നെ ഒരു ഷെഡ് ആ പാടത്തിൻ്റെ അറ്റത്ത് ഉണ്ട്. അത് അവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അതിൽ കുറച്ച് മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട്, അതെനിക്ക് അറിയില്ല. മലയാളികളല്ലാതെ ഇല്ലില്ല, ഒക്കെ നമ്മൾ മലയാളികളാണ്.